ഹായ്, ഞാൻ കിഷോർ രാജമോഹൻ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്ന പോലെ എൻ്റെ വീഡിയോ ബ്ലോഗ് ഇന്നിവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ബ്ലോഗിന് തുടങ്ങുന്നതിന് മുമ്പായിട്ട് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്, ഇതൊരു ബേസിക് ലെവൽ നോളജ് ഷെയറിംഗ് മാത്രമാണ് ഈ ബ്ലോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഞാൻ പറയാൻ പോകുന്ന മേഖലകളെക്കുറിച്ച് വളരെ പരിമിതമായ അറിവുകളുള്ള കുറച്ച് പേർക്കെങ്കിലും ഇതുകൊണ്ട് ഗുണമുണ്ടാകും എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ബ്ലോഗ് ഇവിടെ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ബ്ലോഗിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഷെയർ മാർക്കറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഷെയർ മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റ്, ഇക്വിറ്റി മാർക്കറ്റ് എന്നീ പല പേരുകളിൽ നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഓഹരി വിപണി എന്നുള്ള ഒരു പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഓഹരി അല്ലാതെ മറ്റേതെങ്കിലും പേരുകൾ ആർക്കെങ്കിലും പരിചയമുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഇംഗ്ലീഷിൽ ഇത് പല പേരുകൾ അറിയപ്പെടുന്നെങ്കിലും അത് ഒരേ കാര്യം തന്നെയാണ് അത് അർത്ഥമാക്കുന്നത്. പക്ഷേ അതിൻ്റെ അർത്ഥതലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം. അതോട് കൂടിയിട്ട് നമുക്ക് ഈ ഓഹരികളെക്കുറിച്ച് അല്ലെങ്കിൽ എന്താണ് ഈ ഓഹരി മാർക്കറ്റ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വ്യക്തത കൈവരുന്നതാണ്. ആദ്യം നമുക്ക് ഷെയർ മാർക്കറ്റ് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. അപ്പോൾ ഷെയർ എന്നുള്ള പദം നമുക്ക് വളരെ പരിചിതമായ പദമാണ്. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഷെയർ ചെയ്ത് ടൂറുകൾ പോകാറുണ്ട്, നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്ത് സിനിമകൾക്ക് പോകാറുണ്ട്. അപ്പോൾ ഷെയർ എന്നുള്ളത് ഏതാണ്ട് സമാന അർത്ഥം തന്നെയാണ് ഷെയർ മാർക്കറ്റിലുമുള്ളത്. ഷെയർ എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ഓണർഷിപ്പ് ഷെയർ ചെയ്യുകയാണ്. ഷെയർ മാർക്കറ്റിലുള്ള എല്ലാ കമ്പനികളും അതിൻ്റെ ഓണർഷിപ്പ് കോടിക്കണക്കിന് ഷെയറുകളായിട്ട് അത് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഉദാഹരണത്തിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിൻ്റെ മൊത്തം ഓണർഷിപ്പ് ഏതാണ്ട് 788 കോടിയിൽ പരം ഓഹരികളായിട്ട് അതിൻ്റെ ഉടമസ്ഥാവകാശം ഷെയർ ചെയ്തിരിക്കുകയാണ്. 788 കോടിയിൽ പരം ഓഹരി ഉടമകൾ അല്ലെങ്കിൽ ഓഹരികൾ പല വിഭാഗങ്ങളിലായിട്ട് ഓൺ ചെയ്യുന്നുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഹരികൾ. അപ്പോൾ നമ്മൾ ഏത് കമ്പനിയാണോ ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്, ഈ കമ്പനികൾ ഒരു നിശ്ചിത തുക ഓഹരി ഉടമകളുടെ കയ്യിൽ നിന്നും സ്വീകരിച്ചു കൊണ്ടാണ് അവർക്ക് ഓഹരികൾ നൽകുന്നത്. നമ്മൾ ഓണർഷിപ്പ് ക്യാപിറ്റൽ നൽകിക്കൊണ്ട് ഓണർഷിപ്പിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 788 പരം കോടി ഷെയറുകളിൽ നിന്നും നമ്മൾ അതിൻ്റെ ഒരു ഷെയർ വാങ്ങുന്നതിലൂടെ നമ്മൾ അതിൻ്റെ 788 കോടിയായിട്ട് വിഭജിക്കപ്പെട്ട് അതിൻ്റെ ഒരു ഓണർഷിപ്പ് നമുക്ക് ലഭിക്കുക. ഈ ഒരു ഷെയറിൻ്റെ എല്ലാ അവകാശങ്ങളും നമുക്കുള്ളതാണ്. ആ കമ്പനിയുടെ മൊത്തം പ്രോഫിറ്റിലോ അല്ലെങ്കിൽ അവർ നൽകുന്ന ഡിവിഡൻഡിലോ എല്ലാ ഷെയറുകൾക്കുമായിട്ട് തുല്യമായിട്ട് വിഭജിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം നമുക്കും കിട്ടുന്നു. ഇതാണ് നമ്മൾ ആ ഷെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ അതിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലെങ്കിലും ആ കമ്പനിയുടെ ഓണർഷിപ്പ് നമ്മൾ അവരാവശ്യപ്പെടുന്ന തുക നൽകി നമ്മൾ വാങ്ങുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഷെയർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ അവരുടെ ഷെയർ വാങ്ങുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഏത് കമ്പനിയാണ് നമ്മൾ അതിൻ്റെ ഷെയർ നമ്മൾ വാങ്ങുന്നത്, നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ആവുന്നത്, ആ കമ്പനിയുടെ ബിസിനസ് മോഡലിൽ നമുക്ക് വളരെയധികം നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. ആ കമ്പനിക്ക് വളരെയധികം ഗ്രോത്ത് പ്രോസ്പെക്ട്സ് ഉണ്ടെന്ന് നമ്മൾ കരുതുന്നു. അതിൻ്റെ ഷെയർ പ്രൈസ് ഇൻ ഫ്യൂച്ചർ അതിന് ഒരുപാട് അപ്രിസിയേഷൻ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എല്ലാ വർഷവും അല്ലെങ്കിൽ നല്ല ഡിവിഡൻഡ് കിട്ടുമെന്നും അതിൻ്റെ അതോട് ബന്ധപ്പെട്ട ബോണസ് ഷെയർസ് അല്ലെങ്കിൽ സ്പ്ലിറ്റ്സ് ഇങ്ങനെയുള്ള മറ്റ് പല ബെനിഫിറ്റ്സും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഈ പർട്ടിക്കുലർ കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അടുത്ത നമുക്ക് ഇക്വിറ്റി എന്ന് പറയുന്നതുകൊണ്ട് എന്താണെന്ന് നോക്കാം. ഇക്വിറ്റി എന്നുള്ള പദത്തിന് മലയാളത്തിലുള്ള അർത്ഥം തുല്യത എന്നുള്ളതാണ്. ഷെയർ മാർക്കറ്റിലെ ഒരു പ്രത്യേകതയാണ് തുല്യത എന്നുള്ളത്. അത് ഷെയർ മാർക്കറ്റിലെ അവകാശങ്ങൾ തുല്യമായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഷെയറുകൾ തുല്യമായിട്ടാണ് വിഭജിക്കപ്പെട്ടിരിക്കുന്നത്. ഏത് കമ്പനിയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് അതിൻ്റെ ഓണർഷിപ്പ് അതിൻ്റെ ഫേസ് വാല്യൂ ആയിട്ട് 10 രൂപയോ 5 രൂപയോ 1 രൂപയോ എത്രയാണെന്ന് വെച്ചാൽ തുല്യമായിട്ടാണ് വിഭജിക്കുന്നത്. എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും ഒരേ റൈറ്റ്സ് ആണ്, അല്ലെങ്കിൽ എല്ലാവർക്കും ചില പ്രത്യേക റൈറ്റ്സ് ഉണ്ട് ഷെയർ ഹോൾഡ് ചെയ്യുന്നവർക്ക്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വരും എപ്പിസോഡുകളിൽ നോക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തുല്യ അവകാശമാണ്. പക്ഷേ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു ആൾക്കുള്ള അവകാശമല്ല യഥാർത്ഥത്തിൽ. അതിൻ്റെ പ്രൊമോട്ടേഴ്സ് എന്നുള്ള സ്ഥാനത്ത് നിൽക്കുന്ന, ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കാര്യത്തിൽ അതിൻ്റെ പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് 61% ഷെയർസ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഏത് കമ്പനിയിലാണെങ്കിലും അതിൽ കൂടുതൽ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നവർക്കാണ് അതിൻ്റെ ഓണർഷിപ്പ് റൈറ്റ് വരുന്നത്. അപ്പോൾ ഇക്വിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തുല്യത എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 788 കോടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഷെയറുകളും 788 കോടി ആളുകളുടെ കയ്യിൽ ഓരോ ഷെയർ വെച്ചായിരുന്നെങ്കിൽ എല്ലാവർക്കും തുല്യ അവകാശമായിരുന്നു ഉണ്ടാകേണ്ടിയിരുന്നത്. പക്ഷേ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് അതിനകത്ത് 61% ഷെയർ ഉള്ളത് കൊണ്ട് അതിനകത്ത് ഓണർഷിപ്പ് അവകാശം വന്നിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കാണ്. ഇതാണ് അതിനകത്ത് പ്രത്യേകത ഇക്വിറ്റി എന്നുള്ളത് കൊണ്ട്. അടുത്ത സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഷെയർ എന്ന് പറഞ്ഞാൽ ഒരേ അർത്ഥം തന്നെയാണ്. എങ്കിൽ പോലും കൂടുതൽ എണ്ണം
കൂടുന്നതനുസരിച്ച് നമ്മളതിന് സ്റ്റോക്ക് എന്ന് പറയും. അപ്പോൾ എനിക്ക് ഒരു 10 കമ്പനികളിൽ എനിക്ക് ഷെയർ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ 10 കമ്പനികളുടെ എൻ്റെ ഷെയർസ് കൂട്ടിച്ചേർത്തുകൊണ്ട് എനിക്ക് സ്റ്റോക്ക് എന്ന് പറയാവുന്നതാണ്. എൻ്റെ സ്റ്റോക്ക് ഹോൾഡിംഗ് ഇത്രയാണെന്ന് പറയാം. അല്ലെങ്കിൽ കൂടുതൽ ഒരു കമ്പനി തന്നെ കൂടുതൽ എണ്ണം നമുക്ക് ഷെയർസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റോക്ക് ഹോൾഡിംഗ് ഇത്രയാണെന്ന് പറയാം. ഇതാണ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ. അടുത്തായിട്ട് നമുക്ക് മാർക്കറ്റ് എന്താണെന്ന് പരിശോധിക്കാം. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബൈയിങ്ങും സെല്ലിങ്ങും നടക്കുന്ന സ്ഥലം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഷെയർസിൻ്റെ ബൈയിങ്ങും സെല്ലിങ്ങും നടക്കുന്ന സ്ഥലം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള മറ്റുള്ള കാര്യങ്ങൾ തുടർന്നുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റുകൾ മുഖാന്തരം അറിയിക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു. അതുപോലെ ഓഹരി എന്നുള്ള വാക്കിൻ്റെ വേറെ ഏതെങ്കിലും മലയാള വാക്കുകൾ അറിയാമെങ്കിൽ അത് ഷെയർ ചെയ്യുക. അപ്പം നിങ്ങളുടെ എല്ലാ ഫീഡ്ബാക്സും കിട്ടുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഇതിവിടെ സൈൻ ഓഫ് ചെയ്യുകയാണ്. ബൈ.